എല്ലാവർക്കും അവർ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം കയ്പ്പയ്ക്ക ഉപ്പേരിയാണ്. ആരും മുഖമൊന്നും ചുളിക്കണ്ട. കയ്പ്പയ്ക്ക ഉപ്പേരി എന്ന് പറയുമ്പോൾ ആർക്കും അത്ര ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം ഒന്നുമല്ല. പക്ഷെ ഞാനിവിടെ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കയ്പ്പയ്ക്ക എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നൈസായിട്ട് നല്ല കുനുകുനാന്നായിട്ട് അരിഞ്ഞു വെക്കണം. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കുറച്ചും കൂടി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണും കൂടിയും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായി കൈ വെച്ച് നന്നായിട്ട് പൊത്തി ഒരു 1 അവർ നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ കയ്പ്പയ്ക്ക നന്നായിട്ട് പൊത്തി വെച്ചിട്ടുണ്ട്. ഇതൊരു 1 അവർ കഴിയുമ്പോൾ ഇതിന്ന് കയ്പ്പ് വെള്ളം നമുക്ക് ഊറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഐറ്റംസ്, ഞാനിവിടെ ഒരു തക്കാളി പകുതി എടുത്തിട്ടുണ്ട്, 2 സവോള, ചെറിയ 2 സവോള എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ഒരു 4 അല്ലി, ഇഞ്ചി ഒരു ചെറിയ പീസ്, വേപ്പില, പിന്നെ ഒരു പച്ചമുളക്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് 1 or 2 എടുക്കാം. ഞാനിവിടെ 1 എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത്ര ഐറ്റംസാണ് നമുക്കിതിനായിട്ട് വേണ്ടത്. ഇതൊക്കെ നന്നായിട്ട് നൈസാക്കി നമുക്ക് അരിഞ്ഞു വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ സവോള നന്നായി ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ ഇത് റെഡിയാക്കാനായിട്ട് തയ്യാറാക്കി വെക്കണം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫ്രൈ പാൻ നന്നായിട്ട് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തു, വേപ്പില, ഇനി അവസാനം നമുക്ക് സവോള ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇനി നമുക്കതിൽ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു പിഞ്ച് കൂടുതൽ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ മസാല, ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പൊടികളാണ് നമുക്കിതിലേക്ക് വേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്പ്പയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വെള്ളമൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് വെള്ളമൊക്കെ ഊർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ നന്നായിട്ട് ഈ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി പിഴിയുമ്പോൾ നല്ലോണം വെള്ളം ഇതിന്ന് പോവും. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്നൊക്കെ കയ്പ്പൊക്കെ ഒരുപാട് പോയി. കണ്ടോ, ഈ വെള്ളം, ഇത്രയും വെള്ളം ഞാൻ പിഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ കളയാം. അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കയ്പ്പ് അങ്ങനെ പോവും. അപ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പോൾ തയ്യാറായിട്ടുള്ള ഈ മസാലയ്ക്ക് നമ്മൾ കയ്പ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് അടച്ച് വെച്ചിട്ട് വേവിക്കണം. എപ്പോഴും സിമ്മിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. കാരണം നന്നായി ഡ്രൈ ആയിട്ട് കിട്ടേണ്ട ഒരു ഐറ്റമാണിത്. അപ്പോൾ നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ തീരെ ഇതിലേക്ക് വെള്ളം തീരെ ഇടയാൻ പാടില്ല. ആവിയിൽ വേവിച്ചെടുക്കേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ നന്നായി ഇതുപോലെ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കേണ്ടതാണ്. കാരണം ഇത് എങ്ങനെയാണ് എന്നറിയാൻ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതുപോലെ വീണ്ടും പൊത്തി വെച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ ഒന്നും കൂടി അടച്ച് വേവിക്കുന്നുണ്ട്. വീണ്ടും നമുക്കൊന്ന് കുറച്ച് നേരം കഴിഞ്ഞ ശേഷം ഞാൻ തുറന്നു നോക്കി, ഒന്ന് ഇളക്കി. അപ്പോൾ ഒന്ന് അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമ്മൾ ഇത് കുക്ക് ചെയ്ത് ഇറക്കേണ്ടത്. കരിഞ്ഞു പോകരുത്. ചെറുതായി ഒന്ന് ഡ്രൈ ആവണം. നല്ലോണം ആ ഒരു പച്ചപ്പ് മാറിയിട്ട് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഈ ഒരു കയ്പ്പയ്ക്കപ്പേരി ഇരിക്കുക. ഭയങ്കര ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു പാകത്തിലാണ് നമ്മൾ ഇറക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്പ്പയ്ക്കപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കയ്പ്പയ്ക്ക നല്ലൊരു പ്രോട്ടീനുള്ള വെജിറ്റബിളാണ്. അപ്പോൾ അതിൻ്റെ കയ്പ്പ് കാരണം കൊണ്ടാണ് പലരും ഇത് അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഏതൊരാളും ഈ കയ്പ്പയ്ക്കപ്പേരി കഴിക്കും. ഇത് മാത്രം ഉണ്ടായാൽ മതി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.